ശരിക്കും ചിത്രകലയുടെ തുടക്കമെന്നത് ആദ്യ മനുഷ്യന്മാരിൽ നിന്നുമാണ്. മനുഷ്യന്മാർ വേട്ടയാടാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ പാറകളിലും ഗുഹകളിലും മനുഷ്യന്മാരുടെയും ചെടികളുടെയും മൃഗങ്ങളുടെയും ചെറിയ ചെറിയ ചിത്രം വരച്ചാണ് തുടങ്ങിയത്. ഗുഹകളിലെ അത്ര ചെറിയ ചിത്രങ്ങളെ ഇപ്പോൾ കാണുന്നത്ര ഡീറ്റെയിൽ ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും ഭംഗിയുള്ളതുമായി കാണാൻ സാധിച്ചത് ചിത്രകാരന്മാരുടെ കഴിവും പ്രയത്നവുമാണ്. അതുപോലെ പോപ്പുലർ ആർട്ടിസ്റ്റായ ഡാവിഞ്ചി വരച്ച ദ ലാസ്റ്റ് സപ്പർ എന്ന ചിത്രം വളരെയധികം കോൺട്രവേഴ്ഷ്യൽ ആയതും വളരെയധികം നിഗൂഢതകൾ നിറഞ്ഞതുമായ ഒരു ചിത്രമാണ്. അതുപോലെ ഡാവിഞ്ചിക്ക് മുമ്പ് തന്നെ ദ ലാസ്റ്റ് സപ്പർ എന്ന പിക്ചർ വേറെ കുറെ ആർട്ടിസ്റ്റുകൾ വരച്ചിട്ടുണ്ട്. എന്നാൽ ഡാവിഞ്ചി വരച്ച ദ ലാസ്റ്റ് സപ്പർ എന്ന പിക്ചർ മറ്റ് ചിത്രകാരന്മാരിൽ നിന്നും എന്താണ് വ്യത്യസ്തമാക്കുന്നത് എന്ന് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചീന്തിയെടുത്ത് സംസാരിക്കാൻ പോകുന്നത്. ഡാവിഞ്ചി ദ ലാസ്റ്റ് സപ്പർ എന്ന പിക്ചർ വരച്ചത് ജീസസ് മരിച്ചു കഴിഞ്ഞ് ഏകദേശം 1500 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. ദ ലാസ്റ്റ് സപ്പർ എന്ന പിക്ചർ ഡാവിഞ്ചി വരച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ചിത്രങ്ങളിൽ ഒന്നാണ്. ഡാവിഞ്ചി വരച്ച ഈ പിക്ചർ ഏകദേശം 15 അടി നീളവും 29 അടി ഉയരവുമുണ്ട്. ദ ലാസ്റ്റ് സപ്പർ എന്ന ഈ പിക്ചറിൽ വരച്ചിരിക്കുന്ന ഓരോ ക്യാരക്ടറുകളും നമ്മൾ നോർമൽ മനുഷ്യന്മാരുടെ സൈസിനേക്കാളും വളരെയധികം വലുതാണ്. ഡാവിഞ്ചി ഈ ചിത്രം വരച്ചത് ദിവസങ്ങൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ അല്ല, വർഷങ്ങളെടുത്താണ് ഈ ചിത്രം ഡാവിഞ്ചി കംപ്ലീറ്റ് ആക്കിയത്. പണ്ടുകാലം മുതൽ എല്ലാ ആർട്ടിസ്റ്റുകളും ഫ്രെസ്കോ പെയിന്റിംഗ് എന്നൊരു പെയിന്റിംഗ് രീതിയാണ് ഫോളോ ചെയ്തിരുന്നത്. എന്നാൽ ഡാവിഞ്ചി തന്റെ ചിത്രങ്ങളിൽ എപ്പോഴും വ്യത്യസ്തത കൊണ്ടുവരുന്ന ഒരു ചിത്രകാരനാണ്. അതുകൊണ്ട് തന്നെ ഡാവിഞ്ചി ദ ലാസ്റ്റ് സപ്പർ എന്ന ചിത്രത്തിൽ നോർമലായ ഫ്രെസ്കോ പെയിന്റിങ്ങിന് പകരം ഓയിൽ പെയിന്റിംഗ് ആണ് ഉപയോഗിച്ചത്. ഓയിൽ പെയിന്റ് ഉപയോഗിച്ചതുകൊണ്ട് തന്നെ ദ ലാസ്റ്റ് സപ്പർ എന്ന ചിത്രത്തിലെ 70% ഡീറ്റെയിൽസും ഇപ്പോൾ തന്നെ ഇല്ലാതായിട്ടുണ്ട്. ജീസസ് തന്റെ ഫോളോവേഴ്സിന്റെ കൂടെ ഇരുന്ന് ലാസ്റ്റ് ആയിട്ട് ഭക്ഷണം കഴിച്ചതിനെ ആസ്പദമാക്കി വരച്ച ഒരു ചിത്രമാണ് ദ ലാസ്റ്റ് സപ്പർ. ദ ലാസ്റ്റ് സപ്പർ എന്ന ചിത്രം ഡാവിഞ്ചിക്ക് മുമ്പ് തന്നെ കുറേ ആർട്ടിസ്റ്റുകൾ വരച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഡാവിഞ്ചി വരച്ച ചിത്രം ഇത്ര ഫേമസ് ആയതെന്ന് നോക്കിയാൽ അതിന്റെ പിന്നിൽ എണ്ണിയാൽ തീരാത്ത കുറേ കാരണങ്ങളുണ്ട്. ഈ ലാസ്റ്റ് സപ്പർ എന്ന ചിത്രത്തിൽ മാത്രമാണ് അതിലെ എല്ലാ ക്യാരക്ടറുകളും ഒരു ആക്ഷനോടെ നിൽക്കുന്നത്. അതായത് എല്ലാ ക്യാരക്ടറുകൾക്കും ജീവനുള്ളതുപോലെ തന്നെ ഉണ്ടാവും. ജീസസ് പറയും, നിങ്ങൾ 12 പേരിൽ ഒരാളാണ് എന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോഴുള്ള റിയാക്ഷനാണ് ഡാവിഞ്ചി ദ ലാസ്റ്റ് സപ്പർ എന്ന ചിത്രത്തിൽ വരച്ചിട്ടുള്ളത്. ഡാവിഞ്ചിക്ക് മുമ്പ് ലാസ്റ്റ് സപ്പർ വരച്ച എല്ലാ ആർട്ടിസ്റ്റുകളും ഒരു ടേബിളിന്റെ 2 സൈഡായിട്ടായിരിക്കും ജീസസിനെയും ജീസസിന്റെ ഫോളോവേഴ്സിനെയും വരച്ചിട്ടുണ്ടാവുക. എന്നാൽ ഡാവിഞ്ചി മാത്രമാണ് ഒരേ ടേബിളിൽ ജീസസിനെയും ജീസസിന്റെ ഫോളോവേഴ്സിനെയും ഒരേപോലെ ഇരുത്തി വരച്ചിട്ടുള്ളത്. ശരിക്കും ഈ ചിത്രം വരയ്ക്കുന്നതിന് മുമ്പ് വരെ ഡാവിഞ്ചിക്കുള്ള ഒരു പേര് വളരെ മോശമായിരുന്നു. പൊതുവെ ഡാവിഞ്ചി ഒരു സക്സസ് അല്ലാത്തൊരു ആർട്ടിസ്റ്റാണ്. ഒരു പണി കൊടുത്താൽ അത് പൂർത്തിയാക്കാൻ വളരെയധികം സമയമെടുക്കും. അതുപോലെ ഏറ്റെടുത്തൊരു ജോലി 80% ഡാവിഞ്ചി അത് പൂർത്തിയാക്കില്ല എന്നും ആൾക്കാർ പറയും. അങ്ങനെ ഏറ്റെടുത്തൊരു ജോലിക്ക് ആത്മാർത്ഥത കാണിക്കാത്ത ഒരാളാണെന്നാണ് ഡാവിഞ്ചിയെക്കുറിച്ച് ആൾക്കാർ വിചാരിച്ചു വെച്ചത്. ഡാവിഞ്ചിക്ക് ആ ചിത്രം വരയ്ക്കാൻ കൊടുത്തതിന് ശേഷം ആ ചിത്രം കംപ്ലീറ്റ് ആവാൻ വേണ്ടി പള്ളിയിലെ അച്ഛനും അവിടുത്തെ നാട്ടുകാരും ഡാവിഞ്ചിയുടെ പുറകിൽ തട്ടി ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഡാവിഞ്ചി അവർക്ക് മറുപടി പറഞ്ഞു, സമയം കൂടുന്തോറും ചിത്രത്തിന്റെ ഭംഗി കൂടുമെന്ന്. എന്നാലും ആ ചിത്രത്തിന് വേണ്ടി കുറെ ആൾക്കാർ ഡാവിഞ്ചിയെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നു. ഇതൊക്കെ കേട്ടിട്ട് എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. ഇതൊക്കെ കേട്ട് ടെൻഷനായ ഡാവിഞ്ചി, ഇനി ആരെങ്കിലും എന്നെ നിർബന്ധിച്ചാൽ നിങ്ങളിൽ ഒരാളുടെ മുഖം ഞാൻ യൂദാസിന്റെ മുഖമായി വരയ്ക്കുമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഈ ലാസ്റ്റ് സപ്പർ എന്ന ചിത്രത്തിനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് തിയറി നോക്കാം. ദ ലാസ്റ്റ് സപ്പർ എന്ന ചിത്രത്തിൽ സെൻട്രായിട്ട് ഒരു വരയിട്ടാൽ അതിൽ യൂദാസിന്റെ തലയൊഴിച്ച് ബാക്കി എല്ലാവരുടെ തലയും ആ ലൈനിന് മുകളിലായിരിക്കും. കാരണം യൂദാസ് ഒരു നെഗറ്റീവ് ക്യാരക്ടറാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്ന് ഒരു തിയറി ഉണ്ട്. അതുപോലെ ജീസസിനൊഴിച്ച് ബാക്കി എല്ലാവരെയും 3 ഗ്രൂപ്പായിട്ടായിരിക്കും ഡാവിഞ്ചി വരച്ചു വെച്ചിട്ടുണ്ടാവുക. അതുപോലെ ഡാവിഞ്ചി തന്റെ മുഖത്തെ തന്നെ ദ ലാസ്റ്റ് സപ്പർ എന്ന പിക്ചറിൽ ഒരാളായി വരച്ചിട്ടുണ്ട് എന്നും ഒരു തിയറി ഉണ്ട്. ഡാവിഞ്ചിക്ക് മുമ്പ് വരച്ച എല്ലാ ലാസ്റ്റ് സപ്പർ ചിത്രങ്ങളിലും ജീസസിന്റെ തലയുടെ മുകളിൽ ഒരു ബ്രൈറ്റ് സ്റ്റാർ അല്ലെങ്കിൽ ഒരു സൂര്യന്റെ തിളക്കം ഉണ്ടാവും. എന്നാൽ ഡാവിഞ്ചി വരച്ച ദ ലാസ്റ്റ് സപ്പർ എന്ന ചിത്രത്തിൽ ജീസസിന്റെ തലയുടെ മുകളിലോ ജീസസിന്റെ കൂടെ ഇരിക്കുന്നവരുടെ തലയുടെ മുകളിലോ ബ്രൈറ്റ് സ്റ്റാറോ ഒരു സൂര്യന്റെ തെളിച്ചമോ ഉണ്ടാവില്ല. ഇങ്ങനെ വരയ്ക്കാൻ കാരണം ഡാവിഞ്ചിക്ക് ദൈവങ്ങളുടെ മേലെ വിശ്വാസമില്ല എന്നും ഒരു തിയറി പറയുന്നുണ്ട്. ജീസസിന്റെ തലയുടെ മുകളിൽ തിളങ്ങുന്ന ഒരു പ്രകാശം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡാവിഞ്ചിക്ക് വളരെയധികം എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഡാവിഞ്ചി ഉൾപ്പെടെ വരച്ച എല്ലാ ലാസ്റ്റ് സപ്പർ ചിത്രങ്ങളിലും കോമണായി കാണുന്ന ഒരു കാര്യമാണ്, ആ ചിത്രത്തിലെ ഒരാളുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടാവും. ആ കത്തിയുള്ള ആളുടെ പേരാണ് പീറ്റർ. അതുപോലെ ജീസസിനെ ഒറ്റിക്കൊടുത്ത യൂദാസിനെ തിരിച്ചറിയാൻ വേണ്ടി ഒരു പാത്രത്തിലെ ഉപ്പ് തട്ടിയിട്ടതുപോലെയും ഇടുപ്പിലൊരു പണക്കിഴി വെച്ചതുപോലെയും ഒരാളെ ആ ചിത്രത്തിൽ കാണാൻ പറ്റും. അതുപോലെ ആ റൂമിലെ മെഷർമെന്റും ആ ആൾക്കാരുടെ ഡിസ്റ്റൻസും വെച്ച് നോക്കുമ്പോൾ 4900 എന്നൊരു നമ്പർ വരുന്നുണ്ട്.
കാരണം 4900 എന്നൊരു വർഷം ആവുമ്പോഴേക്കും ലോകം അവസാനിക്കുമെന്നും ഒരു തിയറി പറയുന്നുണ്ട്. ലാസ്റ്റ് സപ്പർ എന്ന ചിത്രത്തിലെ ആൾക്കാരുടെ കൈയും ആ ടേബിളിലെ പ്ലേറ്റുകളെയും കണക്ട് ചെയ്ത് ഒരു മ്യൂസിക് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ അതിൽ 40 സെക്കൻഡിൻ്റെ ഒരു മ്യൂസിക് പ്ലേ ആവുന്നുണ്ട്. അതേപോലെ ലാസ്റ്റ് സപ്പർ എന്ന ചിത്രത്തിൻ്റെ പുറകിൽ 3 വലിയ ഡോർ കാണാൻ പറ്റും. അതേപോലെ വേറെ ആർട്ടിസ്റ്റുകൾ വരച്ച ഫേമസ് ആയ ചിത്രങ്ങളുടെ പുറകിലും ഇതുപോലെ 3 വലിയ ഡോർ കാണാൻ പറ്റും. ഈ വലിയ 3 ഡോറുകൾ വേറെ ഡയമെൻഷനിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ഡോറാണെന്നും ഒരു തിയറി ഉണ്ട്. ഡാവിഞ്ചി വരച്ച ദ ലാസ്റ്റ് സപ്പർ എന്ന ചിത്രത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.